ലേൺ വിത്ത് മീ നീത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ ചാപ്റ്റർ 3 കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാറ്റിസ് എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റേഴ്സ് സോഴ്സസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡൻറ്റിഫൈ ദി വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അതായത് പദപരിചയം പദജോഡി ബന്ധം തിരിച്ചറിഞ്ഞ് പൂരിപ്പിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് കണ്ടോ, തൈറോക്സിൻ തൈറോയിഡ് ഗ്ലാൻഡ്. എന്താണ് അതിൽ? തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഏത്? തൈറോക്സിൻ അല്ലേ. അപ്പോൾ അടുത്ത ഒരു പറഞ്ഞിരിക്കുന്നത് എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ ഏത് ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്? എപ്പിനെഫ്രിൻ അഡ്രിനൽ ഗ്ലാൻഡാണ് അതിൻ്റെ ആൻസർ വരുന്നത് അല്ലേ. അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണ്? കിഡ്നിയിൽ എന്താണ്, മെഡുലയുടെ ഉൾഭാഗത്തായിട്ട് ഏതൊക്കെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? എപ്പിനെഫ്രിനും നോൺ എപ്പിനെഫ്രിനും അല്ലേ. അതായത് അഡ്രിനാലിനും നോൺ അഡ്രിനാലിനും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എപ്പിനെഫ്രിൻ്റെ ഫങ്ഷൻ എന്താണ് വരുന്നത്? എപ്പിനെഫ്രിൻ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ആ ഹോർമോണിൻ്റെ പ്രയോജനം എന്താണ്? അടിയന്തര സാഹചര്യങ്ങളിൽ ഏത് ഹോർമോണായി പ്രവർത്തിക്കുന്നത്? എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് അല്ലേ. ഈ അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ നമുക്ക് കഴിയുന്നു. അത് ഏത് ഹോർമോൺ മൂലമാണ്? എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ മൂലമാണ്. അപ്പം നമ്മളൊരു കൈ പൊള്ളുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ വലിക്കുന്നില്ലേ, അത് നമ്മൾ റിഫ്ലക്സ് ആക്ഷനൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ ഇതിനകത്ത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ എന്ന ഹോർമോണാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എപ്പിനെഫ്രിൻ്റെ ഇതെന്താണ്? അഡ്രിനാലിൻ ഗ്ലാൻഡാണ് വരുന്നത്. രണ്ടാമത്തെ നോക്കിയേ, അനലൈസ് ദി ഇൻഫോർമേഷൻ ഗിവൺ ഇൻ ദി ബോക്സ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. അതായത് താഴെ ബോക്സിനകത്ത് തന്നിട്ടുണ്ടല്ലോ, അത് നോക്കിയിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, എക്സ് ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഹോർമോൺ ഈസ് മോർ നൈറ്റ് ആൻഡ് ലെസ് ഇൻ ദി ഡേ ടൈം. ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ, ഉൽപാദനം പകൽ സമയത്ത് കുറവും രാത്രി സമയത്ത് കൂടുതലുമായിരിക്കും എന്നാണ് ഒന്നാമത്തെ ഇത് പറഞ്ഞിരിക്കുന്നത്. വൈ നോക്കിയേ, ഹോർമോൺസ് ഫ്രം ദി അഡ്രിനൽ ഗ്ലാൻഡ് വർക്ക് എലോങ് വിത്ത് ദി സിമ്പതറ്റിക് സിസ്റ്റം. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? അഡ്രിനൽ ഗ്ലാൻഡ് അതായത് അഡ്രിനൽ ഗ്ലാൻഡിലെ അഡ്രിനൽ ഗ്ലാൻഡിലെ ഹോർമോൺസ് സിമ്പതറ്റിക് സിസ്റ്റവുമായിട്ട്, അതായത് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോൺസ് ഏതായിട്ട് നമ്മുടെ സിമ്പതറ്റിക് സിസ്റ്റവുമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോണുകൾ സിമ്പതറ്റിക് സിസ്റ്റവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് രണ്ടെണ്ണം പറഞ്ഞിരിക്കുന്നത്. ഇനി അത് എയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദി നെയിം ഓഫ് ഹോർമോൺ എക്സ് ആൻഡ് ഇറ്റ്സ് ഗ്ലാൻഡ്. അതായത് എക്സ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഹോർമോൺ ഈസ് മോർ ഇൻ നൈറ്റ് ആൻഡ് ലെസ് ഇൻ ദി ഡേ ടൈം. ആ ഹോർമോൺ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് ഏത് ഗ്ലാൻഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് പ്രൊഡക്ഷൻ ഏത് ഗ്ലാൻഡിൽ നിന്നാണെന്ന് പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് എയുടെ ആൻസർ എന്താ വരുന്നത്? പകൽ സമയത്ത് കുറവും രാത്രി സമയത്ത് കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ അല്ലേ. അത് ഏത് ഗ്ലാൻഡാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പീനിയൽ ഗ്ലാൻഡാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ എയുടെ ആൻസർ എന്താണ്? മെലാറ്റോണിനും അത് ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്ലാൻഡും. രണ്ടാമത്തെ ഐഡൻറ്റിഫൈ ദി ഹോർമോൺ ഇൻഡിക്കേറ്റ് വൈ. വൈയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹോർമോൺസ് ഫ്രം ദി അഡ്രിനൽ ഗ്ലാൻഡ് വർക്ക് എലോങ് വിത്ത് സിമ്പതറ്റിക് സിസ്റ്റം. അതായത് എന്താണ്? അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോണുകൾ സിമ്പതറ്റിക് സിസ്റ്റവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞതേ ഉള്ളൂ, എപ്പിനെഫ്രിൻ അഡ്രിനൽ ഗ്ലാൻഡാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? എപ്പിനെഫ്രിനും ഉണ്ട്, നോൺ എപ്പിനെഫ്രിനും ഉണ്ട് അല്ലേ. അപ്പം ഇത് സിമ്പതറ്റിക് സിസ്റ്റവുമായിട്ട് പ്രവർത്തിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? എപ്പിനെഫ്രിനും നോൺ എപ്പിനെഫ്രിനുമാണ്
എന്നുവെച്ചാൽ അങ്ങനെ സിമ്പതറ്റിക് സിസ്റ്റവുമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ കാരണം ഈ അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നി ഉണ്ടല്ലോ, കിഡ്നിയുടെ ഉൾഭാഗമായ മെഡുല സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഏതൊക്കെ വരുന്നത്? എപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ്റെ മറ്റൊരു പേര് അഡ്രിനാലിൻ, ആൻഡ് നോൺ എപ്പിനെഫ്രിൻ അഥവാ നോൺ അഡ്രിനാലിൻ. ഈ രണ്ട് സംഭവവും ഉൾഭാഗമായ മെഡുലയുടെ ഉൾഭാഗത്ത് നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതാണ് അല്ലേ. എന്നാൽ ഈ അഡ്രിനൽ ഗ്ലാൻഡിൽ തന്നെയുള്ള ഈ കിഡ്നിയുടെ പുറം ഭാഗം ഉണ്ടല്ലോ, പുറത്ത്, അതിൻ്റെ പുറം ഭാഗത്തിൻ്റെ പറയുന്ന പേരെന്നാ? കോർട്ടെക്സ്. ഈ കോർട്ടെക്സിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഹോർമോൺസ്. അതേതൊക്കെയാണ്? കോർട്ടിസോള്, ആൽഡോസ്റ്റിറോണ്, സെക്സ് ഹോർമോൺസ്. ഇത് മൂന്നും പുറംഭാഗമായ കോർട്ടെക്സിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹോർമോൺസ് ഫ്രം ദ അഡ്രിനൽ ഗ്ലാൻഡ് വർക്ക് എലോങ് വിത്ത് ദി സിമ്പതറ്റിക് സിസ്റ്റം. സിമ്പതറ്റിക് സിസ്റ്റവുമായിട്ട് വർക്ക് ചെയ്യുന്ന, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതാണ് വരുന്നത്? എപ്പിനെഫ്രിനും നോൺ എപ്പിനെഫ്രിനും അഥവാ അഡ്രിനാലിനും നോൺ അഡ്രിനാലിനുമാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത്, അനലൈസ് ദി ഇലുസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ അപ്രോക്സിമേറ്റ്ലി. അതായത് ഈ താഴെ തന്നിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് പട്ടിക ഉചിതമായി പൂർത്തിയാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൈപ്പോതലാമസ്, പീനിയൽ ഗ്ലാൻഡ് കാണിച്ചിട്ടുണ്ട്, പിറ്റ്യൂട്ടറി, പാരാതൈറോയിഡ്, തൈറോയിഡ്, തൈമസ്, അഡ്രിനൽ, പാൻക്രിയാസ്, ടെസ്റ്റീസ് ആൻഡ് ഓവറീസ്, ഇത്രയും തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഗ്ലാൻഡുകൾ അടയാളപ്പെടുത്തിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവർ ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഗ്ലാൻഡ് ലൊക്കേഷൻ എവിടെയാണ്, ഏതൊക്കെ ഗ്ലാൻഡാണ് തന്നിരിക്കുന്ന ഓരോ ഗ്ലാൻഡും ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗ്ലാൻഡ് ലൊക്കേഷൻ, അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. ഹൈപ്പോതലാമസ്, ഹൈപ്പോതലാമസ് ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻ ദി മിഡിൽ ഓഫ് ദി ബ്രെയിൻ ബിലോ ദി തലാമസ്. എവിടെയാണ്? ഇൻ ദി മിഡിൽ ഓഫ് ദി ബ്രെയിൻ ബിലോ ദി തലാമസ്. അതായത് തലാമസിന് താഴെയുള്ള ബ്രെയിൻ. അപ്പോൾ എവിടെയാണ്? തലാമസിന് താഴെ എവിടെയാണ്? ബ്രെയിനിൽ. അപ്പോൾ എവിടെയാണ്? അപ്പോൾ ഹൈപ്പോതലാമസിന് നമ്മൾ എന്താണ് ലൊക്കേഷൻ എഴുതേണ്ടത്? ഇൻ ദി മിഡിൽ ഓഫ് ദി ബ്രെയിൻ ബിലോ ദി തലാമസ്. എവിടെയാണ്? മിഡിൽ ഓഫ് ദി ബ്രെയിൻ ആണ്. പിന്നെ എവിടെയാണ്? ബിലോ ദി തലാമസ്, തലാമസിന് താഴെയാണ്. ഈ ഹൈപ്പോതലാമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. അപ്പം ഹോർമോണിൻ്റെ അവിടെ എന്തൊക്കെ എഴുതണം? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. അപ്പോൾ ഹൈപ്പോതലാമസ് ഗ്ലാൻഡിൻ്റെ അവിടെ ആദ്യം ഹൈപ്പോതലാമസ് എന്ന് എഴുതുക. അതിൻ്റെ ലൊക്കേഷൻ എന്താണ് എഴുതേണ്ടത്? ഇൻ ദ മിഡിൽ ഓഫ് ദി ബ്രെയിൻ ബിലോ ദി തലാമസ് എന്ന് എഴുതുക. ഹോർമോണിൻ്റെ അവിടെ ഓക്സിറ്റോസിനും വാസോപ്രസിൻ എന്ന് എഴുതുക. ഇനി രണ്ടാമത്തെ നമുക്ക് താഴെ പോകാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ അവിടെ നമ്മൾ എഴുതണം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ അവിടെ പിറ്റ്യൂട്ടറി എന്ന് എഴുതുക. ലൊക്കേഷൻ്റെ അവിടെ നമ്മൾ എന്ത് എഴുതണം? ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബിലോ ദ ഹൈപ്പോതലാമസ്. എവിടെയാണ്? ഹൈപ്പോതലാമസിന് താഴെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. എവിടാണ്? ഹൈപ്പോതലാമസിന് താഴെ ആണ്. അപ്പം ബിലോ ദി തലാമസ്, തലാമസിന് താഴെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആരാണ്? ഹൈപ്പോതലാമസ് ഗ്രന്ഥിയാണ് അല്ലേ, ഹൈപ്പോതലാമസ് ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബിലോ ദി ഹൈപ്പോതലാമസ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപിൻ, ട്രോപ്പിക് ഹോർമോൺ ആൻഡ് പ്രോലാക്റ്റിൻ. എന്തൊക്കെയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? സൊമാറ്റോട്രോപിൻ, ട്രോപ്പിക് ഹോർമോൺ ആൻഡ് പ്രോലാക്റ്റിൻ. മനസ്സിലായോ? ഇനി അടുത്തത് നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കാം. തൈറോയിഡിൽ ലൊക്കേഷൻ എങ്ങോട്ടാണ് വരുന്നത്? ലൊക്കേഷൻ എന്താണ് വരുന്നത്? ഇൻ ദി ത്രോട്ട് ജസ്റ്റ് ബിലോ ദി ലാരിങ്സ്. എവിടെയാണ് കാണപ്പെടുന്നത്? ത്രോട്ടിൽ. എവിടെയാണ്? ലാരിങ്സിന് താഴെ. ലാരിങ്സ് എന്താണ് സംഭവം? ശ്വാസനാളം. അപ്പം ത്രോട്ടിൽ, ഇൻ ദി ത്രോട്ട് ജസ്റ്റ് ബിലോ ദി ലാരിങ്സ് എന്ത് കാണപ്പെടുന്നു? തൈറോയിഡ് കാണപ്പെടുന്നു. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്?
തൈറോക്സിനും കാൽസിറ്റോക്സിനും. ഏതൊക്കെയാണ്? തൈറോക്സിൻ, കാൽസിറ്റോക്സിൻ. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് എഴുതുക, ഗ്ലാൻഡിൻ്റെ അവിടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എഴുതുക, ലൊക്കേഷൻ അവിടെ ഇൻ ദി ത്രോട്ട് ജസ്റ്റ് ബിലോ ദി ലാരിങ്സ് എന്ന് എഴുതുക. ഹോർമോൺസിൻ്റെ അവിടെ തൈറോക്സിനും കാൽസിറ്റോക്സിനെന്നും എഴുതുക. ഇനി അടുത്തത് എന്താണ്? തൈറോയ്ഡ് കഴിഞ്ഞാൽ നമുക്ക് പാരാതൈറോയ്ഡിലേക്ക് പോവാം. പാരാതൈറോയ്ഡിൽ എന്താ വരിക? പാരാതൈറോയ്ഡിൽ നമുക്ക് എവിടെയാണ് കാണപ്പെടുന്നത്? പാരാതൈറോയ്ഡ് അതായത് തൈറോയിഡിൻ്റെ പിൻഭാഗത്തായിട്ടാണ് പാരാതൈറോയ്ഡ് കാണപ്പെടുന്നത്. അതായത് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദി തൈറോയിഡ് ആണ് എന്ത്? പാരാതൈറോയ്ഡ്. അപ്പം പാരാതൈറോയിഡിൻ്റെ ലൊക്കേഷൻ എന്താണ്? പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദി തൈറോയിഡ്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പാരത്തോർമോൺ. ഏതാണ്? പാരത്തോർമോൺ. അപ്പോൾ പാരാതൈറോയ്ഡ് എന്താണ് എഴുതേണ്ടത്? ലൊക്കേഷൻ എഴുതേണ്ടത് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദി തൈറോയിഡ് ആൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പാരത്തോർമോൺ. പിന്നെ അടുത്തത് തൈമസ്. തൈമസിൻ്റെ എന്താണ് എഴുതേണ്ടത്? തൈമസ് ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? തൈമസ് കണ്ടോ എവിടെയാണ് കാണപ്പെടുന്നത്? നോക്കിയേ, ഈ സ്റ്റേർണം നോക്കിയേ, സ്റ്റേർണത്തിൻ്റെ അടുത്തായിട്ട് അല്ലേ? അപ്പോൾ എന്താ? ജസ്റ്റ് ബിലോ ദി സ്റ്റേർണം, അതായത് സ്റ്റേർണത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? തൈമസ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ഈ തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിനെ പറയുന്ന പേരാണ് തൈമോസിൻ. ഏതാണ്? തൈമോസിൻ. അപ്പം നമ്മൾ ഗ്ലാൻഡിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? തൈമസ് എന്ന് എഴുതണം. തൈമസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ജസ്റ്റ് ബിലോ ദി സ്റ്റേർണം ആൻഡ് സെക്രീറ്റിംഗ് ഹോർമോൺ ഏതാണ്? തൈമോസിൻ. മനസ്സിലായോ? ഇനി അടുത്തത് പാൻക്രിയാസ്. ഇതേ നോക്കിയേ, പാൻക്രിയാസ് കണ്ടോ? ഇതേ ഇങ്ങനെ മഞ്ഞ കളറിൽ ഒരു ഇല പോലെ ഇരിക്കുന്ന കണ്ടോ? ഈ പാൻക്രിയാസ് അതെവിടെയാണ് പാൻക്രിയാസ് കാണപ്പെടുന്നത്? ഇൻ അബ്ഡോമൻ ബിലോ ദി സ്റ്റൊമക് നിയർ ടു ഡിയോഡിനം. എവിടെയാണ്? ഇൻ അബ്ഡോമനിൽ ബിലോ ദി സ്റ്റൊമക്കിന് താഴെ, എന്നാൽ നിയർ ടു ഡിയോഡിനത്തിന് അടുത്തായിട്ട്. എവിടെയാണ്? ഇൻ അബ്ഡോമനിൽ എവിടെയാണ്? ബിലോ ദി സ്റ്റൊമക്കിന് താഴെയും പിന്നെന്താണ്? നിയർ ടു ഡിയോഡിനത്തിന് അടുത്തായിട്ടുമാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പാൻക്രിയാസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു? ഹൈപ്പോതലാമസ് പറഞ്ഞു, പിറ്റ്യൂട്ടറി പറഞ്ഞു, തൈറോയിഡ് പറഞ്ഞു, അഡ്രിനാലിൻ പറഞ്ഞു. പിന്നെ ഏതൊക്കെയാണ് പറഞ്ഞേ? പാരാതൈറോയ്ഡ് പറഞ്ഞു, തൈമസ് പറഞ്ഞു, പാൻക്രിയാസ് പറഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? ടെസ്റ്റിസ് വരുമ്പോഴത്തേക്ക് ഏതാ വരുന്നത്? ടെസ്റ്റിസ് വരുമ്പോൾ എവിടെയാണ് കാണപ്പെടുന്നത്? ടെസ്റ്റിസ് കാണപ്പെടുന്നത് നോക്കിയേ, കണ്ടല്ലോ. ഈ ടെസ്റ്റിസ് കാണപ്പെടുന്നത് എവിടെയാണ്? ഓൺ ദി ഐദർ സൈഡ് ഓഫ് യൂട്രസ്. യൂട്രസിലല്ല, അത് ഓവറിയാണ് വരുന്നത്. ടെസ്റ്റിസ് കാണപ്പെടുന്നത് ഇൻ ദ സ്കോട്ടം ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. എവിടെയാണ്? ഇൻ ദി സ്കോട്ടം സ്പെല്ലിങ് SCORTUM. സ്കോട്ടം ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി, അതായത് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്ത് വൃഷണത്തിലാണ് എന്താണ് കാണപ്പെടുന്നത്? ടെസ്റ്റിസ് കാണപ്പെടുന്നത്. എവിടെയാണ്? ഇൻ ദി സ്കോട്ടം ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. അതാണ് ടെസ്റ്റിസിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അതിൻ്റെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണ്? ടെസ്റ്റിസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ് ടെസ്റ്റിസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണ്. മനസ്സിലായോ? ഇനി അടുത്ത ലാസ്റ്റ് ഏതാണ്? ഓവറീസിൽ ഏതാണ് വരുന്നത്? ഓവറീസ് ആരിലാണ് കാണപ്പെടുന്നത്? ഫീമെയിലാണ്, സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. ഈ ഓവറീസിൽ എന്താണ് വരുന്നത്? ഓവറീസിൽ ഓൺ ദി ഐദർ സൈഡ് ഓഫ് ദി യൂട്രസ്. എവിടെയാണ് കാണപ്പെടുന്നത്? ഓവറി എവിടെയാണ് കാണപ്പെടുന്നത്? ഓൺ ദി ഐദർ സൈഡ് ഓഫ് ദി യൂട്രസ്, അതായത് യൂട്രസിൻ്റെ വശങ്ങളിലാണ് കാണപ്പെടുന്നത് ഓവറി. അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോജൻ. ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് വരുന്നത്? ഈസ്ട്രോജനും പ്രൊജസ്ട്രോജനും. അപ്പം നമ്മൾ ഓവറിയിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ലൊക്കേഷൻ്റെ അവിടെ ഓൺ ദി ഐദർ സൈഡ് ഓഫ് ദി യൂട്രസ്. പിന്നെന്താണ്? ഹോർമോണിൻ്റെ അവിടെ എന്താ എഴുതേണ്ടത്? ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോജൻ. പിന്നെ നമ്മൾ
അഡ്രിനൽ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ? അഡ്രിനൽ ഗ്ലാൻഡ് പറഞ്ഞില്ല. സോറി, അഡ്രിനൽ ഗ്ലാൻഡും പറഞ്ഞില്ല, പീനിയൽ ഗ്ലാൻഡും പറഞ്ഞില്ല. അപ്പം അഡ്രിനൽ ഗ്ലാൻഡും പീനിയൽ ഗ്ലാൻഡും കൂടെ പറയാം. അഡ്രിനൽ ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ അഡ്രിനൽ ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? നോക്കിയേ, കിഡ്നി ഉണ്ടോ? 2 കിഡ്നി ഉണ്ടോ? അപ്പോൾ അതിൻ്റെ മേളിലല്ലേ? അപ്പോൾ എന്താ പറയുക? എബോവ് ദി കിഡ്നി. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? എബോവ് ദി കിഡ്നി. അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? എപ്പിനെഫ്രിൻ, നോൺ എപ്പിനെഫ്രിൻ, കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺസ്. ഇതെല്ലാം ആര് സെക്രീറ്റ് ചെയ്യുന്നതാണ്? അഡ്രിനൽ ഗ്ലാൻഡ്. ഏതൊക്കെയാണ്? എപ്പിനെഫ്രിൻ, നോൺ എപ്പിനെഫ്രിൻ, കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ. ഇതൊക്കെ ആര് സെക്രീറ്റ് ചെയ്യുന്നതാണ്? അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിത് പീനിയലും കൂടെ പറയാം. ഇത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, ഞാൻ അത് വിട്ടുപോയതാട്ടോ, സോറി. ഇത് പീനിയൽ നോക്കിയേ, നമ്മുടെ തലച്ചോറിൻ്റെ അവിടെ കണ്ട പീനിയൽ. ഈ പീനിയൽ ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ തലച്ചോറിൻ്റെ ബ്രെയിനിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ എന്താണ് പറയേണ്ടത്? പീനിയൽ ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? പീനിയൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത് ഇൻ ദി മിഡിൽ ഓഫ് ദി ബ്രെയിൻ. എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻ ദി മിഡിൽ ഓഫ് ദി ബ്രെയിനിലാണ് എന്ത് കാണപ്പെടുന്നത്? പീനിയൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് പഠിച്ചേ? മെലാറ്റോണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പകൽ സമയത്ത് കുറവും രാത്രി സമയത്ത് കൂടുതലും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിനാണ്. അത് പീനിയൽ ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്, നേരത്തെ പഠിച്ചു അല്ലേ? അപ്പം ഇതിൻ്റെ പീനിയൽ ഗ്ലാൻഡിൻ്റെ ലൊക്കേഷൻ എന്താണ് പറയുന്നത്? ഇൻ ദ മിഡിൽ ഓഫ് ദി ബ്രെയിനും. ഹോർമോൺ ഏതാണ്? മെലാറ്റോണിനും. അപ്പോൾ എല്ലാം കൂടെ ഇത് ഏകദേശം എല്ലാം ഞാൻ മുഴുവൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം കൂടെ കൺഫ്യൂഷനായെന്ന് തോന്നുന്നു അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഹോർമോൺ ദാറ്റ് ഹെൽപ്സ് ഇൻ ദി റീഅബ്സോർപ്ഷൻ ഇൻ ദി കിഡ്നീസ്. അതായത് ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നു. ഏത്? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദി കിഡ്നി. അതായത് കിഡ്നിയിലെ ജലത്തിൻ്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ADH അല്ലേ? ADH ആണ് എന്തിൻ്റെ സഹായിക്കുന്നത്? ജലത്തിൻ്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്നത്. ADHൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. അതെന്ത് ചെയ്യുന്നു? കിഡ്നിയിൽ നിന്നും ജലത്തിൻ്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ആരാണ്? ADH ആണ്. ADHൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. TSH എന്തോ? അപ്പം TSH എവിടെയാണ് വരിക? തൈറോയിഡ് അല്ലേ? എന്താണ് TSHൻ്റെ ഫുൾ ഫോം? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലേ? അത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് TSH. ഇനി ACTH എന്തുവാ? അഡിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ആണ്. ഏത്? ACTH. അതെവിടെയാണ്? അഡ്രിനൽ ഗ്ലാൻഡിൽ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് ACTH. പിന്നെ ADH പറഞ്ഞു എന്താണ്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോണ്, കിഡ്നിയിൽ ജലത്തിൻ്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്നു. പിന്നെ GTH എന്തുവാണ്? ഗൊണാഡോട്രോപിക് ഹോർമോൺ ആണ് GTH. ഗൊണാഡോട്രോപിക് ഹോർമോൺ അതായത് പുരുഷന്മാരിൽ ടെസ്റ്റിസിൻ്റെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്ന ആരാണ്? GTH അതായത് ഗൊണാഡോട്രോപിക് ഹോർമോണാണ്. പക്ഷേ ഇതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന ദ ഹോർമോൺ ദാറ്റ്സ് ഹെൽപ്പ് ഇൻ ദി റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദി കിഡ്നി എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ വരേണ്ടത്? ADH ആൻറ്റി ഡയൂററ്റിക് ഹോർമോണാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പം ലെറ്റർ സക്സസ് ഇതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ ബൈ.